السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. വിശ്വാസികൾ, الإمام البخاري رحمه الله അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ അടുത്ത ബാബു ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് ഉള്ള ഹദീസുകളാണ് അടുത്ത ബാബിൽ. ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അയാളുടെ സംസാരവും അയാളുടെ പെരുമാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതൊരു വ്യക്തിയുടെയും അവൻ്റെ ഉള്ളെന്താണ് എന്നതിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ് സ്വഭാവം എന്നുള്ളത്. ആ തരത്തിലുണ്ടാവുന്ന വിശേഷണങ്ങൾ, അത് നല്ല സ്വഭാവങ്ങളുണ്ട്, അതുപോലെ തന്നെ മോശം സ്വഭാവങ്ങളുമുണ്ട്. സ്വഭാവം എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ പ്രശംസിക്കപ്പെടുന്ന നല്ല സ്വഭാവങ്ങളുണ്ട്, ആക്ഷേപിക്കപ്പെടുന്ന മോശം സ്വഭാവങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളോട് വിട്ടുവീഴ്ച കാണിക്കുക, കാരുണ്യം കാണിക്കുക, ഔദാര്യം കാണിക്കുക, ക്ഷമിക്കുക, ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക, കാരുണ്യം കാണിക്കുക, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, അങ്ങനെയുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാമുള്ള മറ്റുള്ളവരെ ബഹുമാനിക്കുക, ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. സ്വഭാവങ്ങൾ ധാരാളമുണ്ട്, അതിൽ നല്ല സ്വഭാവങ്ങളുണ്ട്, മോശമുണ്ട്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം ഏറ്റവും നല്ലതായിരിക്കണം, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരിക്കണം ഒരു മുസ്ലിം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ ബാബിൽ പറയുന്നത്. ഒന്നാമത്തെ ഹദീസ് عن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال ما من شيء ما من شيء في الميزان أثقل من حسن الخلق. ما من شيء في الميزان، മീസാനിൽ ഒരു കാര്യവുമില്ല അസ്ഖലു മിൻ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവത്തിനേക്കാൾ കനം തൂങ്ങുന്നതായിട്ട്. ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിനെ സ്ഥാപിക്കുമെന്നുള്ളത്. രണ്ട് ത്രാസുകളുള്ള മീസാനിനെ സ്ഥാപിക്കും. ആ മീസാനിൽ ഒരടിമയുടെ കർമ്മങ്ങളുടെ ഏടുകൾ തൂക്കപ്പെടും, അതുപോലെ കർമ്മങ്ങൾ തൂക്കപ്പെടും, അതുപോലെ ആ നന്മ ചെയ്തിട്ടുള്ള തിന്മ ചെയ്തിട്ടുള്ള വ്യക്തികളെ തന്നെയും തൂക്കും. ഈ മൂന്ന് തരത്തിലാണ് മീസാനിൽ നാളെ ത്രാസിൽ തൂക്കുന്ന അവസ്ഥയുണ്ടാവുക. ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ്. ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകൾ വന്നിട്ടുള്ള കാര്യവുമാണ്, അതൊരു സംശയമില്ല. അപ്പൊ ആ മീസാനിൽ തൂക്കുന്ന സമയത്ത് കർമ്മങ്ങളിൽ കനം തൂങ്ങുന്ന, വളരെ അധികം കനം തൂങ്ങുന്ന കാര്യമാണ് ഹുസ്നുൽ ഖുലുഖ്. അതുപോലെ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുകയും, മീസാനിൽ കർമ്മങ്ങളെ തൂക്കുന്ന ആ സമയത്ത് ഏറ്റവും കനം തൂങ്ങി നിൽക്കുന്ന സൽസ്വഭാവം ഉണ്ടായിരിക്കുമ്പോൾ ആ സൽസ്വഭാവം നേടിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ നാം എന്താണ് പരിശ്രമിക്കുന്നത് എന്ന്. സ്വഭാവം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ത്വബഈയായിട്ടുള്ള സ്വഭാവം, ഒരാൾക്ക് ജന്മന പ്രകൃതിയ ഉണ്ടാകുന്ന സ്വഭാവം. നമ്മൾ ധാരാളം ആളുകളെ കാണും. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ എന്ത് ചെയ്താലും ദേഷ്യപ്പെടാത്ത ആളുകളുണ്ടാവും, ചില ആളുകൾ എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ എല്ലാവരോടും മുഖം കറുപ്പിച്ച് കുറച്ച് ഗൗരവത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ സത്യം മാത്രം പറയുന്നവരുണ്ടാവും, ചില കളവ് പറയുന്നവരുണ്ടാവും. പലതരത്തിലാവും ആളുകളുടെ സ്വഭാവം. അത് ത്വബഈയായിട്ട് ഉണ്ടാകുന്ന ഒരു മേഖലയുണ്ട്. പ്രകൃതിയ ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കുന്ന, അങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തേത് കസബിയ ഉണ്ടാകുന്ന സ്വഭാവം, അയാൾ നേടിയെടുക്കുന്ന സ്വഭാവം.
ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അവന് ത്വബഈയായിട്ടുള്ള സ്വഭാവത്തിൽ, അവന് പ്രകൃതിയായുള്ള സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അതിലെ ഏറ്റവും നല്ല സ്വഭാവം അതെങ്ങനെയാണ് നന്നാക്കേണ്ടത്. ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ സ്വഭാവം ഞാൻ ഇങ്ങനെയാണ്, ഞാൻ തന്നെ ആവുള്ളൂ, അങ്ങനെയാണോ വേണ്ടത്? അല്ല. എന്താണ് ഖുർആനിലും ഹദീസിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. അപ്പൊ ഖുർആൻ നോക്കുകയാണെങ്കിൽ മുഹ്സിനീകളുടെ ലക്ഷ്യമാണ് കോപം അവർ പിടിച്ചു വെക്കും. ഹദീസിൽ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ തഗ്ബബ്, നീ കോപിക്കരുത്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാൾ പരിശ്രമിക്കണം. അയാൾ പെട്ടെന്ന് ആവശ്യമില്ലാതെ അനാവശ്യമായി കോപിക്കുന്നതിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കണം. അത് അഭിനയിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട, അതായത് മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്ന് മാറി നല്ല സ്വഭാവങ്ങൾ അഭിനയിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരവസ്ഥയിൽ നേടിയെടുക്കുന്ന സ്വഭാവമുണ്ട്. അതാണ് കസബിയായ സ്വഭാവം എന്നുള്ളത്. അപ്പൊ ഇവിടെ ആ സൽസ്വഭാവത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വഇന്ന സാഹിബ ഹുസ്നിൽ ഖുലുഖ് ലയബ്ലുഗു ബിഹി ദറജത സാഹിബി സൗമി വസ്സലാഹ്. സൽസ്വഭാവമുള്ള ഒരു വ്യക്തി, ഒരാൾക്ക് സൽസ്വഭാവമുണ്ട് എങ്കിൽ അവൻ ആ സൽസ്വഭാവം കാരണത്താൽ രാത്രി നിസ്കരിക്കുന്നവന്റെയും പകലിൽ നോമ്പ് നോൽക്കുന്നവന്റെയും ദറജയിൽ എത്തിച്ചേരുന്നതാണ്. കാരണം രാത്രി നിസ്കരിക്കുന്നവനും പകലിൽ നോമ്പ് നോൽക്കുന്നവനും ഒരു ദറജയും സ്ഥാനമൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ഈ ആളുകൾ, സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ എത്തിച്ചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് എന്താണ് സൽസ്വഭാവം എന്ന് ചോദിക്കപ്പെട്ടു. എന്താണ് സൽസ്വഭാവം? അദ്ദേഹം പറഞ്ഞു ഹുവ ബസ്തുൽ വജ്ഹ്, മുഖത്തിൽ എപ്പോഴും ഒരു പ്രസന്നത ഉണ്ടാവുക, ആളുകളോട് ഇടപഴകുമ്പോൾ ചിരിച്ചും പ്രസന്നതയോട് കൂടിയിട്ടും. വബദ്ലുൽ മഅറൂഫ്, നന്മയായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുക, അത് പറയുക, ആ കാര്യങ്ങൾ. വകഫുൽ അദാ, ഉപദ്രവങ്ങൾ തടയുക, നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടയുക എന്നുള്ളതാണ് സൽസ്വഭാവം. ഈ 3 കാര്യങ്ങളാണ് സൽസ്വഭാവം എന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയാം. നമ്മൾ പഠിക്കണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു മുസ്ലിമിന്റെ സ്വഭാവം എന്ന് പഠിക്കുകയും നമ്മുടെ പ്രകൃതിയായുള്ള സ്വഭാവം ഒരു വ്യക്തിക്ക് മാത്രമാണ് അവന്റെ ഖദർ അളക്കാൻ സാധിക്കുകയുള്ളൂ. ഖദർ നഫ്സ് എന്ന് പറയും. അതായത് എന്റെ ഗുണങ്ങൾ എന്താണ്, എന്റെ ദോഷങ്ങൾ എന്താണ് എന്നത് ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിരിക്കും. അത് അവനവൻ ചിന്തിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അവനവൻ സ്വന്തത്തെ വിചാരണ ചെയ്ത് അതിലെ കുറവുകൾ സ്വഭാവത്തിന്റെ വിഷയത്തിൽ പരിഹരിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ബാബിൽ അടുത്ത ഹദീസ് عن عبد الله بن عمرو رضي الله عنه قال لم يكن النبي صلى الله عليه وسلم فاحشا ولا متفحشا وكان يقول خياركم أحاسنكم أخلاقا. ما لم يكن النبي صلى الله عليه وسلم ഒരിക്കലും ആയിരുന്നില്ല ഫാഹിഷൻ വലാ മുതഫഹിഷൻ, ഫഹ്ശത്തുകൾ മ്ലേച്ഛമായ കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അതിൽ മുഴുകുകയോ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഫഹ്ശത്ത് എന്നുള്ള പദത്തിന് പൊതുവെ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലും പൊതുവെ ഉപയോഗിക്കാറുള്ള അർത്ഥം സിനയുമായി ബന്ധപ്പെട്ടതാണ്, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് അതിലേക്ക് നയിക്കുന്ന അതുപോലെയുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾക്കാണ് പറയാറുള്ളത്. അത് ഭൂരിഭാഗവും അങ്ങനെയാണ്. എന്നാൽ വേറെ അർത്ഥത്തിൽ എല്ലാ മോശപ്പെട്ട കാര്യങ്ങൾക്കും ഫഹ്ശത്ത് എന്ന് പദം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അധിക സന്ദർഭങ്ങളിലും വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ തരത്തിലുള്ള സംസാരങ്ങൾക്കാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ആളോ അത് കേൾക്കാൻ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളോ ഒന്നും ആയിരുന്നില്ല. വകാന യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു ഖിയാറുക്കും അഹാസിനുക്കും അഖ്ലാഖാ, നിങ്ങൾ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിട്ടുള്ള വ്യക്തിയാണ്. എന്താണ് തെളിവ്? അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിങ്ങൾ മഹത്തായിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയാണ്, നിങ്ങൾക്കുള്ളത് മഹത്തായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ സൽസ്വഭാവത്തിന്റെ പെട്ട കാര്യമാണ് മ്ലേച്ഛമായ സംസാരങ്ങൾ, നമ്മൾ വൃത്തികേടുകൾ ഉൾക്കൊള്ളുന്ന സംസാരങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സദസ്സിൽ ഇരിക്കാതിരിക്കുക,
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക എന്നുള്ളത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ യുവാക്കളിലും യുവതികളിലും മുസ്ലിമീങ്ങളുടെ അകത്ത് പോലും മുൻപൊരു കാലത്തൊരു 4-5 വർഷം മുമ്പ് ഏറ്റവും ലജ്ജയോടുകൂടി പറയാൻ മടിച്ചിരുന്ന വാക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം പരസ്യമായി ആളുകൾ കാണുന്ന, ആളുകൾ കേൾക്കുന്ന അവസ്ഥയിൽ പറയാൻ ഒരു ലജ്ജയുമില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ പോലും അതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതിൽ അവർക്ക് ലജ്ജയില്ലാതായിട്ടുണ്ട്. അത്രയും മോശപ്പെട്ട ഒരു സംസ്കാരത്തിലാണ് നമ്മുടെ മക്കൾ ഇന്ന് കാലത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ അങ്ങനെ ഒരു മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടില്ല. ഒരു മുസ്ലിം അതിൽ നിന്ന് മാറി നിൽക്കണം, അങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഖിയാറുക്കും മഹാസിനുക്കും അഖ്ലാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള കാര്യം എന്താണ്? നിങ്ങളിൽ ഉത്തമർ നല്ല സ്വഭാവമുള്ളവനാണ്. ഇവിടെ നോക്കി, ധാരാളം നിസ്കരിക്കുന്ന ആളുകൾ, ധാരാളം നോമ്പ് നോൽക്കുന്ന ആളുകൾ, ധാരാളം സ്വതക്ക കൊടുക്കുന്ന ആളുകൾ, ഇവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി. ചില ആളുകളെ പറ്റി പറയും, അവർ മസ്ജിദിൽ 5 വക്ത് നിസ്കാരത്തിനുണ്ടാകും, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ സ്വഭാവം ഏറ്റവും മോശമാണ്. വേറെ ചില ആളുകൾ നിർബന്ധമായ നിസ്കാരങ്ങളുള്ളൂ, എട്ടുള്ളതൊന്നും അധികമല്ല, സ്വതക്കൊക്കെ സക്കാത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പക്ഷെ നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ആരോടാണ് ഒരു ബഹുമാനവും അല്ലെങ്കിൽ ഒരാദരവും തോന്നുക? നല്ല സ്വഭാവമുള്ള ആളോടായിരിക്കും. അപ്പോ നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് ജനങ്ങളിൽ ഒരാൾ ഉത്തമനാകുന്ന, ശ്രേഷ്ഠനാകുന്ന, മാന്യനാകുന്നതിന്റെ അടയാളമാണ് ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി തന്നെ അല്ലാഹു തആല നല്ല സ്വഭാവത്തിനുടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തമ്മിലുണ്ടായ അറിയാം, സഹാബികൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ അത് ചില ഇറങ്ങി വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രീതിയിലാണ് അവരുമായിട്ട് സംസാരിച്ചതും. അവരുടെ ഒരു വീക്ഷണം തെറ്റിപ്പോയി, അതിന്റെ പേരിൽ അവരെ ആക്ഷേപിച്ച് അവരെ കുറ്റപ്പെടുത്തി ആ രീതിയിലൊന്നും നിന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സൂറത്ത് ആല ഇംറാനിൽ പറയുന്നുണ്ട്, വലൗ കുൻത ഫദ്ദൻ ഗലീബൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്. നബിയെ, താങ്കളെങ്ങാനും വളരെ പരുഷനായിട്ടുള്ള കടുപ്പം നിറഞ്ഞ സ്വഭാവത്തിനും കൽബിനുമുള്ള അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് അവരൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു, അവരൊന്നും നിന്റെ ഒപ്പം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ സൽസ്വഭാവം എന്നുള്ളത് എല്ലാം കൊണ്ടും ഖൈറായിട്ടുള്ള കാര്യമാണ്. അടുത്ത ഹദീസ് عن عمرو بن شعيب عن أبيه عن جده أنه سمع النبي صلى الله عليه وسلم يقول أخبركم بأحبكم إلي وأقربكم مني مجلسا يوم القيامة. ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ, ഞാനിത് അറിയിക്കുകയാണ്, നിങ്ങളിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടവരാരാണ് എന്നും നാളെ യൗമുൽ ഖിയാമയിൽ അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന, എന്നോട് ഏറ്റവും അടുത്താകുന്ന ആളുകൾ ആരാണെന്നും ഞാൻ അറിയിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു തവണ പറഞ്ഞു, ഫോക്കസൽക്കവും ആളുകളൊന്നും പറഞ്ഞില്ല, ആളുകൾ ഉണ്ടാതിരുന്നു, പറയട്ടെ എന്ന് വെച്ചു. വീണ്ടും ഇതേ വാക്ക് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, 2-3 തവണ പറഞ്ഞു. അപ്പോ ആളുകൾക്ക് മനസ്സിലായി ഞങ്ങളിൽ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന്. ഖാലൽഖൗം, അപ്പോൾ ആളുകൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞാലും. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അഹ്സനുകും ഖുലുഖ. നിങ്ങൾ ആരാണോ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിട്ടുള്ളത് അവനാണ് നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ ആലോചിച്ച് എത്ര പ്രാധാന്യം നമ്മൾ പഠിക്കാൻ, നമ്മൾ പകർത്താൻ. ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിക്കോണമെന്നില്ല, നോമ്പ് വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിക്കോണമെന്നില്ല, ബാക്കിയുള്ള അമലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഒരാളുടെ സ്വഭാവം നന്നാക്കി എടുക്കുക എന്നത് മഹത്തായ ഇബാദത്താണ്. നമുക്ക് നിസ്കരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൗരവം കൊടുക്കുന്നുണ്ടല്ലോ, നിസ്കരിക്കാൻ പ്രാധാന്യം. അതുപോലെ നമ്മൾ പഠിക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. ഈ ഹദീസിനെ തന്നെ ബാക്കിയുള്ള ഭാഗത്തിൽ ഇതിൽ കൊടുത്തിട്ടില്ല, എന്നാൽ ബാക്കിയുള്ള റിവായത്തിൽ കാണാം, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള, എന്നിൽ നിന്ന് ഏറ്റവും നാളെ പരലോകത്ത് അകന്നു നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
الثرثارون والمتشدقون والمتفيهقون. അകന്ന് നിൽക്കുന്ന ആളുകൾ. സർസാറൂൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സംസാരിക്കുന്ന, ഒരാവശ്യമില്ലാതെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുപോലെ മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കളിയാക്കിക്കൊണ്ട് ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ. മുത്തഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ മുതകബ്ബിറൂൻ, അഹങ്കാരമുള്ള ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ സംസ്കാരത്തിനെതിരായിട്ടുള്ളതാണ്. ഒരാൾ വെറുതെ ആളുകളെ വേദനിപ്പിക്കുന്ന സംസാരിക്കുന്നത്, അധികമായി സംസാരിക്കുന്നത്, ഇതൊക്കെ മോശപ്പെട്ട സ്വഭാവമായിട്ട് എണ്ണിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന ആളുകളായിട്ടുണ്ടാവുക. അപ്പോ സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാവാണ്. ഒരാളുടെ നാവിനനുസരിച്ചിട്ടാണ് അയാളുടെ സ്വഭാവത്തെ അളക്കുക. നമ്മൾ ഒരാളുടെ സ്വഭാവം നല്ലതാണോ മോശമാണോ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അയാളുടെ സംസാരം, അയാളുടെ നാവ്, അതിനെ പരിഗണിച്ചിട്ടാണ്. നമ്മൾ സംസാരങ്ങളെ ശ്രദ്ധിക്കണം, അതുപോലെ സ്വഭാവം നന്നാക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കണം. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇത്തു, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ചില വായത്തിൽ ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസ് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് ഒരാൾ സൽസ്വഭാവത്തിന്റെ വിഷയത്തിൽ പിന്നീട് അലംഭാവം കാണിക്കുക? അതിൽ ശ്രദ്ധയില്ലാതെ, അതിൽ ഗൗരവമില്ലാതാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് തന്നെ ഒരു കാരണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ്. കാരണം ആ നല്ല സ്വഭാവം കൊണ്ടാണ് ഒരാളുടെ ദീനും ദുനിയാവും പരലോകവും എല്ലാം നന്നാവുക. ഒരാളുടെ ദീനും ദുനിയാവും പരലോകമൊക്കെ നന്നാവണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരാൾക്ക് എന്താവില്ല, ഇതൊന്നും നേരാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുള്ള ഒരു ദുആ പ്രാർത്ഥനയുടെ ലഫ്ളിൽ കാണാം, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, എന്റെ ദീനിനെ നന്നാക്കി തരണം, എന്റെ കാര്യങ്ങളുടെ സംരക്ഷണമായിട്ടുള്ളത്. വസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫീഹാ മആശി, ഞാൻ ജീവിക്കുന്ന എന്റെ ഈ ജീവിതത്തെ, ദുനിയാവിന്റെ കാര്യങ്ങളെ നന്നാക്കി തരണം. വസ്ലിഹ് ലി ആഖിറതി അല്ലതീ ഫീഹാ മആദി, എന്റെ പരലോകത്തെ ഇത് നന്നാക്കി തരണം, ഞാൻ മരണി ചെല്ലാനുള്ള എന്റെ പരലോകത്തെ നന്നാക്കി തരണം. ഈ മൂന്ന് നന്നാവണമെങ്കിൽ അവരുടെ സ്വഭാവം നന്നായിരിക്കണം. ഒരാളുടെ സ്വഭാവം നല്ലതല്ല എങ്കിൽ ദുനിയവിയായിട്ട് അവനുമായിട്ട് കൂട്ടുകൂടാനോ അവൻ ചെയ്യുന്ന കച്ചവടത്തിനോ അവനുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്താനോ അവർക്ക് താല്പര്യം ഉണ്ടാവും? ഇല്ല. നമ്മൾ അകന്നു നിൽക്കും അയാളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അയാളുടെ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾ ബാക്കി എന്തൊക്കെ ചെയ്താലും അയാൾക്ക് ദീനിയായിട്ട് നല്ലൊരു അവസ്ഥയിൽ അയാൾക്ക് എത്താൻ പറ്റില്ല. ഇതിന്റെ അനന്തരഫലമായിട്ട് പരലോകത്തിലും ഇതിന്റെ ദോഷഫലമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഈ അടുത്ത ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, മാ ഖുയ്യറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ ഇല്ലാ ഇഖ്താറ ഐസറഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിലേറ്റവും എളുപ്പമുള്ളതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കാറില്ല. എളുപ്പമുള്ളതേ തെരഞ്ഞെടുക്കുള്ളൂ. മാ ലം യകുൻ ഇസ്മൻ, അത് ആ തെരഞ്ഞെടുക്കുന്നത് തെറ്റല്ലാത്തോടത്തോളം കാലം, ഒരു പാപമല്ലാത്തോടത്തോളം കാലം. ഫൈദാ കാന ഇസ്മൻ, ഇനി അതിലെന്തെങ്കിലും ഒരു പാപമുണ്ട് എങ്കിൽ കാന അബ്അദ അന്നാസി മിൻഹു, അതിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. എന്നിട്ട് പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹാ, വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി, സ്വന്തം എന്നോട് ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ ഒരാളോടും പകരം വീട്ടിയിട്ടില്ല, പകരം ചോദിച്ചിട്ടില്ല. ഇല്ല അൻ തുൻതഹക ഹുർമത്തുല്ലാഹി തആല, എന്നാൽ അല്ലാഹുവിന്റെ അതിർവരമ്പുകളിൽ എന്തെങ്കിലും ഒരു വീഴ്ച, എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഫയൻതഖിമ ലില്ലാഹി അസ്സ വജല്ല ബിഹാ,
ആ വിഷയത്തിൽ അള്ളാഹുവിന് വേണ്ടി അവന് കൊടുക്കേണ്ട ശിക്ഷ അല്ലെങ്കിൽ അവനിൽ നിന്ന് വാങ്ങേണ്ട അതിന് പകരമായി വാങ്ങേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാറുണ്ട്. സ്വന്തത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും പകരം ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്താണ് തിരഞ്ഞെടുക്കുന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എളുപ്പമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കാറുള്ളത്. അതിൽ പാപമില്ല എങ്കിൽ അപ്പോൾ ഇവിടെ സംശയം ഉണ്ടാവും ചില ആളുകൾക്ക്. അപ്പൊ റസൂലുള്ളാഹിക്ക് തിരഞ്ഞെടുക്കാൻ ഒന്ന് കൊടുക്കുമ്പോൾ അതിൽ പാപമുള്ള ഒരു കാര്യം കൊടുക്കുമോ, പാപമുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ആയിട്ട് കൊടുക്കുമോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോ മുഅ്മിനീങ്ങളോ മുസ്ലിമീങ്ങളോ എന്തെങ്കിലും ഒരു കാര്യം വിഷയത്തിൽ, സഹാബികൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ രണ്ട് കാര്യത്തിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അല്ലാഹു തആല രണ്ട് കാര്യം കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ കുഫാറുകളെ കൊല്ലലാണോ വേണ്ടത്, അവരിൽ നിന്ന് ജിദ്യ എടുക്കലാണോ വേണ്ടത്, അല്ലെങ്കിൽ ഉമ്മത്തിനോട് ഇബാദത്തിന്റെ വിഷയത്തിൽ കഷ്ടപ്പെട്ട് ജിഹാദ് ചെയ്യാനാണോ അതോ ഇഖ്തിസാദാണോ മിതത്വം നിറഞ്ഞ അവസ്ഥയിലാണോ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു തിരഞ്ഞെടുക്കാൻ രണ്ട് കാര്യങ്ങൾ കൊടുത്താൽ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് സഹാബികൾക്കിടയിൽ എന്തെങ്കിലും കൊടുത്താൽ അതിൽ എളുപ്പം ഏതാണോ അതിന് മുസ്ലിം തിരഞ്ഞെടുക്കും. അപ്പൊ അള്ളാഹു തആല ഒരു ഓപ്ഷൻ കൊടുക്കുക. മനസ്സിലാക്കാൻ മുഅ്മിനീങ്ങൾ അവർ ഇബാദത്തിൽ ഇജ്തിഹാദ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ. രണ്ടാമത്തേത് മിതത്വം നിറഞ്ഞതിൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെടുക്കുള്ളൂ? മിതത്വം നിറഞ്ഞ അവസ്ഥയിൽ മതി, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഏത് കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ കുഫാറുകളോ മുനാഫിഖീങ്ങളോ എന്തെങ്കിലും ഒരു ആവശ്യം തിരഞ്ഞെടുക്കുന്നതിൽ പാപമുള്ള ഒരു കാര്യം അതാണ് എളുപ്പമെങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും അതിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ആൾ. അപ്പൊ ജീവിതത്തിന്റെ മേഖലകളിൽ രണ്ട് കാര്യം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, പാപമില്ല, ഹറാമില്ല, അള്ളാഹുവിന്റെ ഹറാമുകളെ പരിധി ലംഘിക്കുന്ന കാര്യമില്ല, അല്ലാത്ത വിഷയങ്ങളിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ എളുപ്പമുള്ള കാര്യം തിരഞ്ഞെടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. സ്വന്തത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാറില്ല. രണ്ടാമത്തെ വിഷയം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളിൽ നിന്ന് എന്തെങ്കിലും വെറുക്കുന്ന കാര്യമോ ഉപദ്രവമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തേക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ, തന്നോട് ചെയ്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും പകരം ചോദിച്ചിട്ടില്ല, പകരം ചോദിക്കാറുണ്ടായിരുന്നില്ല. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ ضرب റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും തന്റെ കൈകൊണ്ട് അടിച്ചിട്ടില്ല. വലംറഅതൻ വലാ ഖാദിമൻ, തന്റെ ഏതെങ്കിലും ഒരു ഭാര്യയെയോ തന്റെ ഏതെങ്കിലും ഒരു അടിമയെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് അടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോഴല്ലാതെ. وما نيل منه شيء قط فينتقم من صاحبه إلا أن ينتهك شيء من محارم الله فينتقم لله عز وجل. തന്റെ കൂട്ടാളികളിൽ നിന്ന് തനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വന്നതിന്റെ പേരിൽ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ചോദിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ അതിർവരമ്പ് ലംഘിച്ച എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഹജ്ജ് നടപ്പിലാക്കേണ്ടിടത്തോ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടിടത്തോ അള്ളാഹുവിന് വേണ്ടി മാത്രം പകരം ചോദിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തായിട്ടുള്ള സ്വഭാവമാണ്. നമ്മൾ ആലോചിക്കും, നമ്മൾ നമ്മുടെ അഭിമാനത്തിന് ഒരാൾ ക്ഷതം വരുത്തി, അതായത് നമ്മെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു, നമ്മൾ ഏറ്റവും പകരം ചോദിക്കാൻ ഇതിനൊക്കെ നിൽക്കും. ചിലപ്പോൾ ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ നമുക്ക് അത്ര വികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ദുർബലതയാണ് ഈമാനിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ അടുക്കലും എന്ത് ചെയ്തിട്ടില്ല, പകരം ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എളുപ്പമുള്ളത് അതിൽ തിരഞ്ഞെടുക്കുകയും അതിൽ തൃപ്തി അടങ്ങുകയും ചെയ്യുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹഖ് വീട്ടുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കുകയും പകരം ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. സ്വന്തം കാര്യത്തിൽ വിട്ടുവീഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. عن عبد الله بن مسعود رضي الله عنه قال, عبد الله بن مسعود رضي الله عنه നിന്നുള്ള റിവായത്തിൽ ആണ് പറഞ്ഞു, ഇന്ന അല്ലാഹു തആല ഖസമ ബൈനകും അഖ്ലാഖകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സ്വഭാവങ്ങളെ വീതിച്ചു തന്നിട്ടുണ്ട്. കമാ ഖസമ ബൈനകും അർസാഖകും,
നിങ്ങളുടെ ഇടയിൽ റിസ്ഖിനെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനത്തെ വീതിച്ചതുപോലെ. വഇന്ന അല്ലാഹ തആല യുഅതിൽ മാല മൻ അഹബ്ബ വമൻ ലാ യുഹിബ്ബു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് നൽകും, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവർക്ക് നൽകും. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർക്കല്ല, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലാഹു എന്ത് കൊടുക്കും? സമ്പത്ത് കൊടുക്കും ദുനിയാവിൽ. വലാ യുഅതി അൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു. എന്നാൽ ഈമാനിൽ വർദ്ധനവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഫമൻ ബന്ന ബിൽ മാലി അൻ യുൻഫിഖഹു. ആർക്കെങ്കിലും സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മടി, അതായത് കുറഞ്ഞു പോകുന്നില്ല എന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വഖാഫൽ അദുവ അൻ യുജാഹിദഹു. ആർക്കെങ്കിലും ശത്രുവിനോട് ജിഹാദ് ചെയ്യാൻ, യുദ്ധത്തിനിറങ്ങാൻ ഭയമുള്ളവരാണെങ്കിൽ, വഹാബൽ ലൈല അൻ യുകാബിദഹു. ആർക്കെങ്കിലും രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ സാധിക്കാതെ ഉറങ്ങിപ്പോകുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ഫൽയുക്തിർ മിൻ ഖൗലി, അവർ അധികരിപ്പിക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ, 4 കലിമത്തുകൾ വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഹദീസിന്റെ ആശയം? ഒന്നാമത് പറഞ്ഞത്, ഇന്നല്ലാഹ തആല ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ റിസ്ഖ് വീതിച്ചതുപോലെ അല്ലാഹു തആല നിങ്ങൾക്കുള്ള സ്വഭാവവും വീതിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമുക്കുള്ള ഉപജീവനം അത് അല്ലാഹു വീതിച്ചു നൽകുന്ന. ചില ആളുകൾ അവർ ജനിക്കുന്നത് തന്നെ ദരിദ്രമായിട്ടുള്ള കടവും ബുദ്ധിമുട്ടുകളും പട്ടിണിയും കഷ്ടപ്പാടുമുള്ള കുടുംബത്തിലായിരിക്കും. ചില ആളുകൾ ജനിക്കുന്നത് തന്നെ വലിയ സമ്പന്നതയുള്ള എല്ലാവിധ സൗകര്യമുള്ള വീട്ടിലായിരിക്കും. പലരും പല രീതിയിൽ. ഇനി അവർ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ജനിച്ചപ്പോൾ ദരിദ്രനായി ജനിച്ചവൻ അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ വലിയ സമ്പന്നനായിട്ടുണ്ടാവും. ചിലപ്പോൾ ജനിക്കുമ്പോൾ സമ്പന്നതയിൽ ജനിച്ചവൻ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദരിദ്രനായി മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കണ്ടും കേട്ടും ധാരാളം അനുഭവങ്ങൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരാളുടെ ഉപജീവനം വീതിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ നൽകും. ചിലർക്ക് കണക്ക് വെച്ച് കുറച്ചായി നൽകും, ചിലർക്ക് വിശാലമായി നൽകും. അല്ലാഹു തആല സൂറത്ത് സുഖ്റൂഫിലെ 32-ാമത്തെ ആയത്തിൽ പറയാണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. നാമാണ് അവരുടെ ഇടയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനങ്ങൾ, ദുനിയാവിന്റെ വിഭവങ്ങൾ, അവർക്ക് ജീവിതത്തിൽ ആവശ്യമായുള്ള കാര്യങ്ങൾ വീതിച്ചിട്ടുള്ളത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. ചില ആളുകളെ മറ്റു ചിലരെക്കാൾ ദറജകൾ ഉയർത്തിയിട്ടുണ്ട്. ആളുകളെ വ്യത്യസ്ത സാമ്പത്തിക നിലയിലാക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ഒരിക്കലും അതിനെതിരായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസം എല്ലാം വന്ന സമയത്ത് അവരുടെ വാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സമ്പന്നനും ദരിദ്രനൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഉണ്ടാവണം. അവർ പിന്നീട് ആ ഭാഗത്ത് നിന്ന് മാറിയതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത്. ആ ഭാഗത്ത് തുടർന്നിട്ടുണ്ടെങ്കിൽ എന്നേ അവർ പോയിട്ടുണ്ടാവും. കാരണം നടക്കാത്തൊരു കാര്യമാണ്. ദുനിയാവിൽ അങ്ങനെ ഒരു കാര്യം നടക്കൂല. എല്ലാവരും ഒരേപോലെ പിന്നെ വരുമാനവും ജീവിതമുള്ള ആളുകളാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും പണിക്ക് ആളും കിട്ടുമോ? ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം പിന്നെ അസംഭവ്യമായിട്ടുള്ളൊരു വാദമാണ് അത്. അതുകൊണ്ടാണ് അവർ പല നാടുകളിലും അത് കൊണ്ടുവന്നു മൊത്തം തകർന്നടിഞ്ഞ് അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ജീവിതവും ആ നാട് തന്നെ നശിച്ചു പോകാനുള്ള കാരണങ്ങൾ അവരാ വാദം ശ്രമിച്ചപ്പോൾ ഇന്നവർക്ക് ആ വാദമൊന്നുമില്ല, ഇന്ന് ഒരു വ്യത്യസ്ത രീതിയിലായി മാറി. അപ്പൊ പറയുന്നത് അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ചില ആളുകൾ സമ്പന്നരാവുക, ചില ആളുകൾ ദരിദ്രരാവുക എന്നുള്ളത് അല്ലാഹുവിന്റെ സുന്നത്താണ്. അത് ഒരിക്കലും ഒരു മനുഷ്യരുടെ പുതിയൊരു പ്രത്യയശാസ്ത്രം കൊണ്ടോ ചിന്താഗതികൾ കൊണ്ടോ ഒന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതങ്ങനെ ഉണ്ടെങ്കിലേ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. എന്നിട്ട് പറയാണ്, ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ. ചില ആളുകൾ മറ്റുള്ളവരെ ആവശ്യക്കാരായി തീർന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ വിഷയം, റിസ്ഖ് അല്ലാഹു ഓരോരുത്തർക്കും ഓരോ പോലെ വിധിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഒരാളുടെ സ്വഭാവവും വീതിച്ചിട്ടുള്ളത് എന്ന് പറയാം. അതായത് ഓരോ ആളുകൾക്ക് നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്കും പ്രത്യേക പ്രകൃതിയാ ഉണ്ടാകുന്ന ഓരോ സ്വഭാവങ്ങളുണ്ട്. അത് അവർക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അവരുടെ ശരീരപ്രകൃതിയും അവരുടെ സ്വഭാവവും അവരുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ അല്ലാഹു അങ്ങനെ വീതിച്ചിട്ടുണ്ടാകും. അവിടെയാണ് കസബിയായിട്ടുള്ള സ്വഭാവത്തിന്റെ പ്രാധാന്യം പറഞ്ഞത്. മോശപ്പെട്ട സ്വഭാവമുള്ള പ്രകൃതിയാ മോശപ്പെട്ട, അപ്പൊ നമ്മൾ ദേഷ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് മനസ്സിലാവാൻ പറഞ്ഞതാണ്. അയാൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം.
ഇടത് ദീനിയായതിൽ മാറ്റണം. എന്നാൽ നല്ല സ്വഭാവം, ജന്മന നല്ല സ്വഭാവമുള്ള ഒരാൾ, അയാളത് നിലനിർത്തി കൊണ്ടുപോകണം, മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്ക് പോകാതെ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു വിധിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദുആഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അള്ളാഹു എന്റെ ഈ രൂപം നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കി തരണമേ എന്ന് ഒരു ദുആ കാണാം. എന്നിട്ട് പറയാണ്, എന്നിട്ട് വേറൊരു വിഷയം പറയാണ്, വ ഇന്നല്ലാഹ തആല യുഅതി അൽമാല മൻ അഹബ്ബ വമൻ ലാ യുഹിബ്ബു. നമ്മുടെ ബാഹുവുമായി ബന്ധപ്പെട്ടത് ഒന്നാമത്തെ ഭാഗമാണ്. അല്ലാഹു തആല റിസ്കിനെ വിധിക്കുന്ന പോലെ സ്വഭാവത്തെ വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു റിവായത്തിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നു. വ ഇന്നല്ലാഹ തആല യുഅതി അൽമാല മൻ അഹബ്ബ വമൻ ലാ യുഹിബ്ബു. അള്ളാഹു സമ്പത്ത് എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. അതിനെന്ത് നിബന്ധനയില്ല, എന്തെങ്കിലും അവർ നല്ല ആളായിരിക്കണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളായിരിക്കണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സമ്പത്ത് കിട്ടാൻ അങ്ങനെ ഒരു നിബന്ധന അള്ളാഹു വെച്ചിട്ടില്ല. അള്ളാഹു എല്ലാവർക്കും കൊടുക്കും, അതിനൊരു നിബന്ധനയില്ല. എന്നാൽ വലാ യുഅതി അൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു. എന്നാൽ ഈമാൻ എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ ദുനിയാവിന്റെ വിഭവങ്ങൾ അതൊരിക്കലും സഹോദരങ്ങളെ ദീനിന്റെ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നേടാൻ ശ്രമിക്കരുത്. എന്റെ 1-2 ദിവസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവം, ഇപ്പൊ ഈ ക്ലാസ്സിന് മുമ്പ് വരെ ആ ഒരു വ്യക്തി മെസ്സേജ് അയച്ചു. അയാളുടെ കൂട്ടുകാരനുടെ അവസ്ഥയല്ല, 1 ലക്ഷം സാലറി ഉള്ള ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്തോ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു, അയാളുടെ ജോലി നഷ്ടപ്പെട്ടു, ആ കമ്പനിയിൽ നിന്ന് അയാൾ മാത്രം പുറത്തായി. ഇപ്പൊ 40,000 രൂപ ശമ്പളമുള്ള ജോലിയിലാണുള്ളത്. അപ്പൊ ഇയാൾക്ക് ആ 1 ലക്ഷം രൂപയുള്ള നന്ദികേടെന്തോ കാണിച്ചു എന്ന് പറഞ്ഞ അള്ളാഹുവല്ലോ, 1 ലക്ഷം രൂപയുള്ള സാലറി ഉള്ള ജോലി എനിക്ക് എത്തണം, അതിനെന്താ അമലാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എന്തപ്പോ അതിനൊക്കെ മറുപടി അറിയാം. അപ്പൊ ഞാൻ ആ സമയത്തിനാണ് ഈ ഹദീസിന്റെ ശർഹം നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുനിയാവിന്റെ വിഭവങ്ങൾ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു, അല്ലെങ്കിൽ അത് ദീനിയായിട്ടൊരു വശമുണ്ട്. അതിൽ ബറക്കത്ത് കുറയും. ഒരാൾ പാപം ചെയ്യുന്നത് കൊണ്ട് സമ്പത്തിന്റെ ബറക്കത്ത് കുറയും, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഈ അളവുണ്ടല്ലോ, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ, അങ്ങനെ അളവ്, ആ അളവും അത് പിന്നെ ഈമാനോ അമലുകളും തമ്മിൽ ബന്ധമല്ല. ആ വരുമാനം അത് ഉപയോഗിക്കുന്ന പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ബറക്കത്തിലാണ് വിഷയം. ആളുകൾ അളന്നു നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ഈ വ്യക്തിക്ക് നല്ല ഒരു ഈമാനികമായിട്ട് കരാറത്തൊക്കെ ഉണ്ടെങ്കിൽ 1 ലക്ഷം കൊണ്ട് അയാൾ ജീവിച്ചത് എങ്ങനെയാണോ അതിനേക്കാൾ നന്നായിട്ട് അയാൾക്ക് എന്ത് ജീവിക്കാൻ പറ്റും, 40,000 കൊണ്ട് ജീവിക്കാൻ പറ്റും. അതല്ലാതെ 1 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ 70,000 ചിലപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി അവിടെ മറ്റേ ശമ്പളം കിട്ടുമ്പോഴത്തേനും അവിടെ കാറിന് പണി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടിക്ക് രോഗം വന്നിട്ടുണ്ടാവും. ആ പണം ബാക്കി 30,000 പോലും ഉപകരിക്കാത്ത അവസ്ഥയിലുണ്ടാവുക. ബറക്കത്താണ് നഷ്ടപ്പെടും. ദുനിയാവിയായിട്ടുള്ള വസ്തുക്കൾ, മെറ്റീരിയൽസ്, അത് അള്ളാഹു തആല നൽകാൻ അള്ളാഹുവിന് എന്തില്ല, അള്ളാഹു ഇഷ്ടപ്പെടണമെന്നോ ഇഷ്ടപ്പെടണമെന്നില്ല. അള്ളാഹു തആല ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 20-ാമത്തെ ആയത്തിൽ പറയാണ്, കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാ. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും ധിക്കരിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മളിവിടെ നൽകും. മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ. ദുനിയാവിയായിട്ടുള്ള വിഭവങ്ങൾ അള്ളാഹു നൽകുന്നത് ഒരു കാരണം കൊണ്ട് തടയപ്പെടാൻ പോകുന്നില്ല. വസ്തുക്കൾ നൽകുന്നത്, വസ്തുക്കൾ ലഭിക്കുന്നതിൽ ഒരു കാരണം കൊണ്ട് എന്തില്ല, തടയപ്പെടാൻ പോകുന്നില്ല. അത് എല്ലാവർക്കും അള്ളാഹു തന്നെ നൽകും. ഒരിക്കലും ചില മുസ്ലിമീങ്ങൾ ഇതുപോലെയുള്ള ഈ സഹോദരൻ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തതും, അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ മുസ്ലിമീങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ അവർക്ക് ദുനിയവിയായി ലഭിക്കുന്ന വസ്തുക്കളുടെ നേട്ടം കണ്ട് അത്ഭുതപ്പെടരുത്. ഈ സൂറത്തുൽ സുഖ്റൂഫിലെ 33-35 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു തആല പറഞ്ഞിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അള്ളാഹു പറയാണ്, വലൗലാ അൻ യകൂന അന്നാസു ഉമ്മതൻ വാഹിദതൻ. ജനങ്ങൾ എല്ലാവരും കൂടി നശിച്ച ഒരു സമൂഹം ആവില്ലായിരുന്നുവെങ്കിൽ ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാൻ. അള്ളാഹു പറയാണ്, റഹ്മാനായ റബ്ബിൽ കുഫർ കാണിക്കുന്ന, നിഷേധിക്കുന്ന ആളുകൾക്ക് നാം ആക്കിക്കൊടുക്കുമായിരുന്നു, അള്ളാഹു ആക്കിക്കൊടുക്കുമായിരുന്നു. ലിബുയൂതിഹിം സുഖഫൻ മിൻ ഫിദ്ദ. വെള്ളി കൊണ്ടുള്ള അവരുടെ വീടുകളിലൊക്കെ മേൽക്കൂരകൾ വെള്ളി കൊണ്ടാക്കി കൊടുക്കുമായിരുന്നു. വമആരിജ അലൈഹാ യബ്ഹറൂൻ. അതിലേക്ക് കയറാനുള്ള കോണികൾ അതും വെള്ളി കൊണ്ടുണ്ടാക്കി കൊടുക്കുമായിരുന്നു. വലിബുയൂതിഹിം അബ്വാബൻ വസുററൻ അലൈഹാ യസ്തകിഹൂൻ. അവർക്ക് ധാരാളം കവാടങ്ങളുള്ള ചാരിയിരിക്കാൻ കട്ടിലുകളാക്കി കൊടുക്കുമായിരുന്നു. വസുഖ്റുഫ.
വ്യത്യസ്ത തരത്തിലുള്ള അലങ്കാരങ്ങൾ നാം നൽകുമായിരുന്നു. വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തി ദുനിയ വൽആഖിറതു ഇൻദ റബ്ബിക ലിൽമുത്തഖീൻ. അതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങളാണ്, പരലോകം അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവർക്കാണ്. അപ്പോൾ ഒരു ദുനിയാവിന്റെ വസ്തുക്കൾ കിട്ടി, ആഡംബരം കിട്ടി, അലങ്കാരങ്ങൾ കിട്ടി, ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെട്ടതിനോ ഇതൊന്നും ലഭിക്കാത്തത് അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല, അള്ളാഹു എന്നെ വെറുക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമല്ല. അതാണ് ഈ റിവായത്തിൽ വന്നിട്ടുള്ളത്. അള്ളാഹു തആല ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹു സമ്പത്ത് നൽകും, ദുനിയാവിൽ സമ്പത്ത് നൽകും. എന്നാൽ വലാ യുഅതി അൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ, അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള അവന്റെ നബിമാർക്കും റസൂലുകൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അല്ലാതെ അള്ളാഹു ഈമാൻ നൽകില്ല. ഈമാൻ അതിൽ വർധനവ് നൽകില്ല, അതിൽ അവരെ ഉറപ്പിച്ചു നിർത്തില്ല, അവർക്കതിൽ സദാത്ത് ഇസ്തിഖാമത്ത് നൽകുകയില്ല. അതാണ് വലുത്. അതുണ്ട് എങ്കിൽ അവന്റെ ബാക്കിയുള്ള നഷ്ടങ്ങളൊന്നും അവന് നഷ്ടമല്ല, ബാക്കിയുള്ള ഒന്നും അവനെ വേദനിപ്പിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ, നിങ്ങളിൽ സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലാഹു തആല പരീക്ഷിക്കും, പരീക്ഷിച്ച് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു മൂടി പുതക്കാൻ ഒരു തുണി അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളൊക്കെ റഹായിൽ അനുഭവിക്കുന്ന, ഏറ്റവും വലിയ സൗഖ്യത്തിൽ അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കും ആ വ്യക്തിക്ക് അപ്പോൾ ഉണ്ടാവുക. കാരണം അത്രയും സമാധാനവും അതുപോലെ തന്നെ ഖൽബിന്റെ ഖനാഅത്തും കൊണ്ട് ബാക്കിയുള്ള ആളുകൾ സൗഖ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ഭൗതികമായ സുഖം കാണുന്നത് അതുപോലെയായിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈമാനാണ് ഏറ്റവും വലിയ സമ്പത്ത്, ഈമാനാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനപ്പുറത്തേക്കാണ് എന്ത് കാര്യവുമുള്ളൂ, അതിനപ്പുറത്തേക്കാണ് എന്ത് കാര്യവുമുള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്നിട്ട് അതിന് ശേഷം പറയാണ്, ഫമൻ ബന്ന ബിൽ മാലി, ആരെങ്കിലും വിചാരിക്കുകയാണ് അവന്റെ സമ്പത്ത് അവനില്ല, കുറവാണ്, അവന്റെ കുടുംബത്തിനുള്ളതുള്ളൂ, അൻയുൻഫിഖഹു, ചെലവഴിക്കാൻ, നന്മയിലേക്ക് കൊടുക്കാൻ അവന് സമ്പത്തില്ല എന്ന് വിചാരിച്ച് ചെലവഴിക്കാൻ പറ്റാതിരിക്കുകയാണ്. അതായത് അവന് സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഒരു കാരണം കൊണ്ട് ചെലവഴിക്കാൻ പറ്റാതിരിക്കുകയാണ്. വഖാഫൽ അദുവ അൻ യുജാഹിദഹു, ജിഹാദിനിറങ്ങാൻ പേടിയാണ്. നിർബന്ധമായിട്ടുള്ള ഫർള് ഐനായിട്ടുള്ള ജിഹാദ് ഉണ്ടാവും. അതായത് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ നിർബന്ധമായി പങ്കെടുക്കേണ്ട, എല്ലാവരും പങ്കെടുക്കേണ്ട നിർബന്ധമായ ജിഹാദ് ഉണ്ടാവും. അതല്ലാതെ വേറെ ആളുകൾ ഉണ്ട് എങ്കിൽ എല്ലാവരുടെ മേലും നിർബന്ധമല്ലാത്തിരിക്കുന്ന സന്ദർഭം ഉണ്ടാവും. ഫർള് കിഫായ ആകുന്നതും ഐനാവുന്ന സന്ദർഭം ഉണ്ടാവും. അപ്പോ ഫർള് കിഫായ, അവൻ പോയില്ലെങ്കിലും അവൻ കുറ്റക്കാരനാകില്ല. അങ്ങനെ പോകാൻ പേടിയാകുന്ന ഒരാൾ, അയാൾക്ക് പേടിയാണ്, അയാൾക്ക് ശത്രു യുദ്ധം ചെയ്യാൻ പേടി, മനുഷ്യമായിട്ടുള്ളത്. വഹാബല്ലൈല അൻ യുകാബിദഹു, ചില ആളുകൾ അവർക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, അവർ ഉറക്കം വന്നു പോകും, ഉറങ്ങിപ്പോകും. അപ്പോൾ നല്ല ശ്രേഷ്ഠമായിട്ടുള്ള അമലുകളാണ് സ്വതക്ക, അതുപോലെ ജിഹാദ്, രാത്രി നിസ്കാരം. പക്ഷെ ഇതൊന്നും സാധിക്കുന്നില്ല, മാനുഷികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ സാധിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുന്നില്ല എങ്കിൽ, അവൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഫൽയുക്തിർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ, അവർ ധാരാളമായി പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ, സുബ്ഹാനല്ലാഹ് തസ്ബീഹ്, അൽഹംദുലില്ലാഹ് തഹ്മീദ്, അല്ലാഹു അക്ബർ തക്ബീർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഭൂമിയിൽ ആകാശലോകങ്ങളിൽ ഖുർആന് ശേഷം അല്ലാഹുവിന് അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, ഈ 4 കലിമത്തുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കലിമത്തുകൾ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ ഏറ്റവും ധാരാളമായി ചെയ്യേണ്ട കലിമത്തുകൾ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കലിമത്തുകൾ. എന്താണ് 4ന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കപ്പെടാൻ യോഗ്യനായിക്കൊണ്ട് ഒരാളുമില്ല എന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കപ്പെടുന്ന ന്യൂനതകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ളത്. വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഇഷ്ടത്തോടു കൂടി അള്ളാഹുവിനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന ഇതിനാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും അള്ളാഹു ദാത്ത് കൊണ്ട് വലിയവനാണ്, അതുപോലെ അടിമയുടെ ഉള്ളിലും അവൻ തന്നെയാണ് ഏറ്റവും വലിയവൻ എന്ന് അറിയിക്കുന്ന വാക്കാണ്. ഈ 4 ഫضല് പറയണമെങ്കിൽ അതിനായിട്ട് നമ്മളത് ദർശിക്കേണ്ടി വരും. കാരണം അത്രയും ഹദീസുകളും ഫضലുകളും ബാഖിയാത്തുസ് സാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഈ 4 എന്നെല്ലാം പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഈ കലിമത്തുകൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ഈ ഹദീസിൽ നമ്മുടെ ബാബുമായി നമ്മൾ പറയുന്ന സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടത് അല്ലാഹു തആല റിസ്ഖ് വീതിക്കുന്നത് പോലെ സൽസ്വഭാവങ്ങളെയും വീതിച്ചിട്ടുണ്ട്. അടുത്ത ബാബു സഖാവത്തിൻ നഫ്സ്, ഒരാളുടെ സ്വന്തത്തിലുണ്ടാകുന്ന ഔദാര്യം, വിശാലത, ഒരാളുടെ ഖൽബിലുണ്ടാകുന്ന വിശാലത, അതുമായി ബന്ധപ്പെട്ടുള്ളത്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال صلى الله عليه وسلم ليس الغنى عن كثرة العرض ولكن الغنى غنى النفس. ليس الغنى ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, ധന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, عن كثرة العرض ധാരാളം ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ധാരാളമായ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല ഘിന എന്ന് പറഞ്ഞാൽ. ഒരാൾ ഇപ്പം ഘിന എന്നുള്ളത് ഘനി എന്ന് പറഞ്ഞ സമ്പന്നൻ എന്നൊക്കെ പറയില്ലേ, ധന്യത അങ്ങനെയുള്ള ആ വാക്ക് പറയുന്നത്. വലാകിന്നൽ ഘിന എന്നാൽ ധന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘിനൻ നഫ്സ്, ഒരാളുടെ സ്വന്തത്തിൽ അവന്റെ ഉള്ളിൽ അവനുണ്ടാകുന്ന ധന്യതക്കാണ്, അതാണ് യഥാർത്ഥത്തിലുള്ള ഘിന. ഈ ഹദീസിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇന്ന് മുസ്ലിമീങ്ങൾ അവർ കാണുന്നത് മറ്റുള്ള ആളുകൾ, ദുനിയാവിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ പേരുള്ള, ഇസ്ലാമിന്റെ അകത്തുള്ള ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകളാവട്ടെ, കുഫാറുകളാവട്ടെ, മുശ്രിക്കുകളാവട്ടെ, ഏത് കൂട്ടരാവട്ടെ, അവർക്ക് ലഭിക്കുന്ന ദുനിയാവും അവർ ആസ്വദിക്കുന്ന ദുനിയാവും കണ്ട് അതാണ് യഥാർത്ഥത്തിൽ ധന്യതയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആനന്ദവും എന്ന് ധാരാളം സാധുക്കളായ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത് ഭൗതികമായ വസ്തുക്കളുടെ ആധിക്യമല്ല ഒരിക്കലും ഒരാൾക്ക് സമാധാനം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ സമ്പന്നന്മാരൊന്നും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എത്രയോ സമ്പന്നന്മാരും പ്രശസ്തി, ഇപ്പൊ ഒരുപാട് ആളുകൾ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഈ സിനിമയും കളിയും അതുപോലെയുള്ള ആളുകളൊക്കെ ദുനിയാവിന്റെ വലിയ പ്രശസ്തിയും സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് കണ്ടിട്ട് അത്ഭുതപ്പെടുന്ന ആളുകളെ കാണാം. പൊതു കുട്ടികളെ യുവാക്കൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ അങ്ങനെയാണെങ്കിൽ എത്രയോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവര് എത്രയോ ആളുകൾ സമാധാനത്തിന് വേണ്ടി ഗുളിക കഴിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ഡിപ്രഷൻ ബാധിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് സമ്പത്തും ഭൗതികമായ വസ്തുക്കളുമാണ് ഒരാളുടെ കൽബിന് സമാധാനം നൽകുന്ന, ധന്യത നൽകുന്ന കാര്യമെങ്കിൽ അവർക്കത് ഉണ്ടാവണ്ടേ. പക്ഷെ കിട്ടുന്നില്ല, അവർക്കത് ലഭിക്കുന്നില്ല. അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള സമാധാനം, രക്ഷ, ധന്യത എന്നെല്ലാം പറഞ്ഞാൽ എന്താണ്? അതൊരാളുടെ കൽബിന് ഉണ്ടാകുന്ന കാര്യമാണ്. അത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ വർദ്ധിച്ചു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടണം, ഇനിയും കിട്ടണം, ഇനിയും വേണം, അല്ലെങ്കിൽ ഇന്നത് വേണം, അതിന്റെ പിന്നാലെ ആർത്തിയോടി പോകുന്നത് അവൻ ദരിദ്രനാണ്. അവന്റെ കൽബിൽ എപ്പോഴും ബേജാറായിരിക്കും, അവന് വിഷമായിരിക്കും. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നാളെ ഈ ദുനിയാവിന്റെ മറ നീക്കി പരലോകത്തെത്തുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഇന്ന് ഏറ്റവും നല്ല ജീവിതമായി കണ്ട ആളുകൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ നമ്മൾ അറിയാം. നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു പോകുന്നില്ലാത്തതിന്റെ പേരിൽ. ഒരിക്കലൊരു കുറച്ച് സമ്പന്നമായിട്ടൊരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി, അവർക്ക് നല്ല വില കൂടിയൊരു കാറുണ്ട്. വേറെ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് വില കുറഞ്ഞ കാറുണ്ട്, ചെറിയ വില കുറഞ്ഞ കാറുണ്ട്. അപ്പൊ അത് എടുത്തിട്ടാണ് വന്നത്. അദ്ദേഹം വന്ന് പറഞ്ഞത് ദീനായിട്ടുള്ള ആളാട്ടോ, ഒരു ആൾക്കാരുടെ അവസ്ഥ പറഞ്ഞതാണ്. അത് പറയാണ്, അയാളെ വില കൂടിയ കാറുമായിട്ട് നിർത്തിയിട്ട് റോട്ടിൽ നിർത്തിയിട്ട് മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തിൽ മൊത്തം എന്തായിരിക്കും? ഈ ഒരു ബേജാറായിരിക്കും. അതിലാരെങ്കിലും വരച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തട്ടിയിട്ടുണ്ടാവുക, ഇതുണ്ടാവുക. അതേ സമയത്ത് അദ്ദേഹത്തിനുള്ളതിൽ നഷ്ടപ്പെട്ടാൽ ഒരു വിലയില്ലാത്ത തുച്ഛമായിട്ടുള്ള ആ ഒരു വാഹനത്തിൽ വന്നാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വരച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ അവസ്ഥയാണ്. സത്യത്തിൽ വില കൂടിയ കാറിൽ അല്ലെങ്കിൽ വില കൂടിയ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് ആ കിട്ടിയത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിലും ഇനിയും കിട്ടണം എന്നുള്ള ആർത്തിയിലാണ് ജീവിക്കുന്നത്. അവർക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അവർ ഈ രണ്ടവസ്ഥയിലാണ്. ഉള്ളത് പോവെന്നുള്ള ബേജാറ്, ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹവും ആർത്തിയും. ഇതിന്റെ ഇടയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ പറ്റൂല. എന്നൊരു മുമ്പിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അവന് കിട്ടിയത്, അവൻ അള്ളാഹു എനിക്കിതാണ് വീതിച്ചത്, അൽഹംദുലില്ലാഹ്, അവൻ ഹലാലായി സമ്പാദിക്കുന്നു. അവൻ ആ രീതിയിൽ, അവൻ ഇത് നഷ്ടപ്പെട്ടാലോ അൽഹംദുലില്ലാഹ്, അള്ളാഹു നൽകിയത് അള്ളാഹു തിരിച്ചെടുക്കുന്നു. അതൊന്നും എന്റെ പൂർണ്ണമായ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമല്ല എന്ന നിലയ്ക്ക് സമാധാനം കണ്ടിരുന്ന ആളാണ്. അപ്പൊ ഈ ഹദീസിൽ ഒരു മുസ്ലിം പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിതത്തെ അളക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരു കൽബിന്റെ സമാധാനവും കൽബിന്റെ റാഹത്തും കൽബിന്റെ ധന്യതയും അതൊരിക്കലും ഭൗതികമായ വിഷയങ്ങൾ കിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ള ഗിന എന്ന് പറഞ്ഞാൽ ധാരാളം ദുആ ഉണ്ട്. അല്ലാഹുമ്മ യസ്അലുക ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അതുപോലെ ഗിന ചോദിക്കുന്ന ദുആകളുണ്ട്. പല ആളുകളും ചോദിക്കുന്നത് കുറെ സമ്പത്ത് നൽകണം, അല്ലെങ്കിൽ കുറെ ഐശ്വര്യം നൽകണം, അർത്ഥത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയിട്ടുള്ള ഗിന എന്നുള്ളത് എന്ത് ഗിനയാണ്? ചോദിച്ചിട്ടുള്ള ഗിന എന്നുള്ളത് ഖൽബിന്റെ ഗിനയാണ്, ഭൗതികമായിട്ടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിട്ടുള്ള ഫഖർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖൽബിന് ബാധിക്കുന്ന ഫഖറിനെ തൊട്ടാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർ അതറാ കസ്റത്തുൽ മാലി ഹുവൽ ഗിന, നീ വിചാരിക്കുന്നുണ്ടോ കുറേ സമ്പത്ത് ഉണ്ടാകലാണ് ധന്യത എന്ന്? അപ്പോൾ പറഞ്ഞു നഅം യാ റസൂലല്ലാഹ്, അതേ റസൂലേ. വീണ്ടും ചോദിച്ചു അഫതറാ ഖില്ലത്തുൽ മാലി ഹുവൽ ഫഖർ, നീ വിചാരിക്കുന്നുണ്ടോ സമ്പത്ത് കുറഞ്ഞു പോകലാണ് ദാരിദ്ര്യമെന്ന്? അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമൽ ഗിന ഗിനൽ ഖൽബ്, ശരിക്കുള്ള ഗിന എന്ന് പറഞ്ഞാൽ അത് ഖൽബിന് അനുഭവിക്കുന്ന ഗിനയാണ്, ധന്യതയാണ്. വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബ്, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് ഖൽബിന് ബാധിക്കുന്ന ദാരിദ്ര്യമാണ്. അപ്പോൾ ഖൽബിന് വിശാലത ഏകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? തൗഹീദും മറ്റുമെല്ലാം കഴിഞ്ഞാൽ സ്വതം കൊടുക്കലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കി, ഖൽബിന് എന്തെങ്കിലും ഒരു ഞെരുക്ക് അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സാധുക്കൾക്ക്, ഒരു യതീമിനോ അല്ലെങ്കിൽ ആവശ്യക്കാരനായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലോ നമുക്ക് ആവശ്യമാണ് എന്ന് കരുതിയ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ സ്വതം കൊടുത്തു നോക്കി, ഖൽബിന് അനുഭവിക്കുന്ന വിശാലത അനുഭവിച്ചറിയാൻ പറ്റും. ഖൽബിന് വിശാലത ലഭിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വതം. ആ സമയത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ചില സമയത്ത് നമുക്ക് ടെൻഷനും പേടിയും ബേജാറൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാവും ചില സന്ദർഭങ്ങളിലൊക്കെ. ആ സമയത്ത് നമ്മൾ വില പിടിച്ച് വെച്ചിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ള സമ്പത്തിൽ നിന്നൊരു ഭാഗം ആവശ്യക്കാരായ ആർക്കെങ്കിലും സ്വതം കൊടുത്തു നോക്കി, ഖൽബിൽ അനുഭവിക്കുന്ന ഒരു സമാധാന വിശാലതയുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ കിട്ടാൻ ചിലപ്പോൾ മൊത്തം കൊടുക്കാമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറയാറില്ല അലിമൽ മുലൂക്ക് വഅബ്നാഉൽ മുലൂക്ക്, രാജാക്കന്മാരും രാജപുത്രന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ അലാമാ നഹ്നു ഫീഹി, നമ്മൾ ഏതൊന്നിലാണ് എന്ന്. ഒരു മുഅ്മിൻ മുസ്ലിം അവൻ അനുഭവിക്കുന്ന ഖൽബിന്റെ സമാധാനവും സന്തോഷവും ആനന്ദവും ഒരു രാജാവോ രാജകുമാരന്മാരോ അറിഞ്ഞിരുന്നെങ്കിൽ ലജാലദൂനാ ബിസ്സുയൂഫ്, അവര് വാളുകളെടുത്ത് യുദ്ധം ചെയ്യുമായിരുന്നു. അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ രാജാക്കന്മാർ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോവുക, വേറെ രാജ്യത്തിൽ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ അതിനു വേണ്ടി വരുമായിരുന്നു. യഥാർത്ഥത്തിൽ ആളുകൾ ഈ ഈമാനിന്റെ ആസ്വാദനത്തിന് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരുടെ സമ്പത്ത് മുഴുവൻ വേണ്ടി ചെലവഴിക്കും. കാരണം അത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ ഈ കൗൺസിലിംഗ് സെന്ററുകളിലും മറ്റു എല്ലാ ആളുകൾ പോകുന്നുണ്ട്. മണിക്കൂറിന് 2000, 3000, 4000 ലക്ഷക്കണക്കിന് രൂപ ആകുന്ന ആളുകളുണ്ട്. വലിയ സമ്പന്നരൊക്കെ അവരുടെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി 1-2 മണിക്കൂർ അതിന് പോകും. അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ദിവസത്തിൽ 4 മണിക്കൂറോളം വളരെ വലിയ സംഖ്യ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനം കിട്ടാൻ, ഖൽബൊന്ന് സമാധാനം കിട്ടാൻ. അവർക്ക് അത്രയും സമ്പത്തും സൗകര്യമായിട്ട് കിട്ടുന്നില്ല, അതിനുവേണ്ടി അവർ പണം ചെലവഴിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയതെങ്കിൽ അവർ എന്ത് ത്യാഗം സഹിക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് ഈ അവസ്ഥയിൽ. അപ്പോ ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന വിഷയം ഖൽബിന്റെ ഗിന, നഫ്സിന്റെ ഗിന, അതാണ് യഥാർത്ഥത്തിലുള്ള ധന്യത, ഐശ്വര്യം. അതുകൊണ്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ ആധിക്യമാണ് നമ്മുടെ സമാധാനം നൽകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായ ധാരണയാണ്. ഖൽബിന് ഈ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെട്ട് ഖനാഅത്തുണ്ടെങ്കിൽ, അവന് സമ്പത്ത് കൂടിയാലും കൂടിയാലും നല്ലത്, കുറഞ്ഞാലും നല്ലത്, അവന്റെ അവസ്ഥയിൽ കൂടുകയാണെങ്കിൽ ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അള്ളാഹു അവന്റെ അടിമകൾക്ക് ഉദ്ദേശിച്ചവർക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله.